ടോക്കൺ നമ്പർ 1. നമസ്കാരം സാർ. നമസ്കാരം നമസ്കാരം. എവിടെയാ തന്റെ സ്ഥലം? കോലഞ്ചേരി സാർ. കേസിന്റെ ഫയൽ കൊണ്ടുവന്നുണ്ട്. തന്റെ ജാതകത്തിലെ പ്രശ്നങ്ങൾ ശരിയാക്കി എതിർകക്ഷിയെ പരാജയപ്പെടുത്താനുള്ള ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ മാസം 13-നാണ് കേസ്. അതോടെ അവന്റെ ജീവിതം തീരും. സാർ ഇങ്ങനെ പറഞ്ഞപ്പോഴേ എനിക്ക് സമാധാനം കിട്ടിയേ. ഇനി അടുത്ത തവണ വരുമ്പോ കേസ് ഫയൽസിന്റെ കളർ ഫോട്ടോസ്റ്റാറ്റ് എല്ലാം എടുത്തോണ്ട് വരണം. എന്നാ ഇപ്പൊ പോയിക്കോ. മോളെ കീർത്തി, എന്തൊക്കെയുണ്ട്? എനിക്കിവിടെ സുഖങ്ങളെ. അവിടെ വിശേഷം എന്താ? എനിക്ക് സുഖം തന്നെ മോളെ. എനിക്ക് അങ്കിളുടെ ഒരു ചെറിയ ഹെൽപ്പ് വേണം. എന്താ മോളെ? എനിക്ക് വേണ്ടി ഒരു കേസ് വാദിക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും മോളെ. യെസ്. ഇനി പറഞ്ഞോ മോളെ. അങ്കിൾ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഈ കേസ് ഒന്ന് ടേക്ക് ഓവർ ചെയ്യും. മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. മോക്ക് വേണ്ടി ഈ കേസിൽ ഞാൻ അപ്പിയർ ചെയ്തിരിക്കും. നമ്മൾ ഈ കേസിൽ ജയിക്കുകയും ചെയ്യും. താങ്ക്സ് അങ്കിളെ. അങ്കിൾ വേഗം വരാൻ നോക്കൂ. ശരി മോളെ, എന്നാ വെച്ചേക്കട്ടെ. ഇരിക്കും അങ്കിളെ. ശരി മോളെ. എക്സ്ക്യൂസ് മീ, ഞങ്ങൾക്ക് റോക്കി ഒന്ന് കാണാൻ പറ്റുമോ? വെയിറ്റ് ചെയ്യും. എന്താ മോളെ, അവര് വരുമോ ഇപ്പോ? വിളിക്കാന്ന് പറഞ്ഞു. ആരാ മോളെ ഇവിടുത്തെ CI? സുധാകരൻ സാറാ. നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണോ? അതൊന്നും എനിക്കറിയില്ല. ഓക്കെ ഓക്കെ. ഹായ്. ഹായ്. ഞാൻ ലോക്കൽ കല്യാൺ. ഇതാ എന്റെ അങ്കിൾ ആയിരിക്കും നിങ്ങളുടെ കേസ് വാദിക്കാൻ. നമസ്കാരം സാർ. ഐ എം അഡ്വക്കേറ്റ് മാർത്താണ്ഡ. ഹായ് അങ്കിളെ. അങ്കിള്? ഞാനെന്താ നിന്റെ അമ്മയുടെ ആംഗ്ലയാണോ അതോ വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ? കോൾ മീ സർ. സാറിന് വിളിക്കും. സാറ് വേണം ഞങ്ങൾ ഇതിന്ന് എങ്ങനെയാണെന്ന് പുറത്തിറക്കാൻ. ഓക്കെ ഓക്കെ. എന്റെ അവസ്ഥ വളരെ മോശം സാറേ. നിന്നെ കാണുമ്പോ തന്നെ അറിയാം. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഇരിക്കി. അല്ല, എന്താ കേസ്? മർഡർ കേസാ സാറേ. ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ? ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യം എന്താ? അതെന്താണെന്നറിയോ മോളെ, ഒരുപക്ഷെ ഈ കേസിൽ എങ്ങാനും ഇവന്മാരെ ശിക്ഷിക്കുകയാണെങ്കിൽ എന്റെ ഫീസിന്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാവരുതല്ലോ. അതിനുള്ള മുൻകരുതല. അങ്കിളെ, അതിന് ശിക്ഷയ്ക്ക് എന്തിനാ സാറേ? ഞങ്ങൾ അതിന് മർഡർ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇതൊക്കെ കുറെ കേട്ടിട്ടുള്ള. ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല സാറേ. ഇതും കുറെ കേട്ടിട്ടുള്ള. ഇയാള് നമ്മളെ പെടുത്താൻ വന്നതാണോ? അല്ല, നിങ്ങൾ ശരിക്കും വക്കീല? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലേ? ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ? എന്തൊരു കഷ്ടം ഇത്. സർ, വി ആർ സോറി സാർ. നീ എന്താ പറയത്തെ? സോറി സാർ. നിങ്ങൾ ആവശ്യമില്ലാതെ അങ്കിളിനെ ടെൻഷൻ ആക്കല്ലേ. അങ്കിൾ ഈ കേസ് വാദിച്ച് ജയിപ്പിച്ചു തരും. കേസ് ജയിപ്പിച്ചു തരുമെന്ന് അങ്ങനെ ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. ഇതൊരു മർഡർ കേസാ. ആദ്യം എന്താ നടന്നതെന്ന് പറ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. രണ്ട് ബിയറും ചോദിച്ചു ഞാൻ ഡാബയിലേക്ക് കയറി ചെന്നു. ബിയറിന് അവൻ ഇരട്ടി റേറ്റ് പറഞ്ഞു. എനിക്ക് ദേഷ്യം വന്ന് ആകെ അലമ്പായി. എന്നിട്ട് അവൻ വിട്ടില്ല. കെഞ്ചി നോക്കി, എന്നിട്ട് നടന്നില്ല. പെപ്പർ സ്പ്രേ അടിച്ചിട്ട് ഞാൻ അവിടെ നോടി. ഇനി അവൻ വിട്ടുതരേണ്ട കാര്യമില്ല. ശരിക്കും നടന്നത് ഇതാണ് സാറേ. നിന്റെ ഫേസ് അങ്ങനല്ലോ പറയുന്നത്. സത്യമായിട്ട് ഇതൊക്കെ തന്നെ നടന്നത്. ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് ഇതിൽ ആരെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാറേ. മർഡർ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അത് വളരെ ഈസിയാ. പക്ഷെ ആ കേസിൽ നിന്ന് ഒരാളെ പുറത്തെടുക്കാനുള്ള കഴിവ് ഒരു നല്ല വക്കീലിന് മാത്രമേ ഉള്ളൂ. അങ്കിളെ, എങ്ങനെയെങ്കിലും ഈ കേസിന്റെ കാര്യത്തിൽ ഇവരൊന്ന് ഹെൽപ്പ് ചെയ്യണേ. ഓക്കെ മോളെ. നാളെ മുതൽ ഞാൻ ഒരു യഥാർത്ഥ വക്കീലായിട്ട് മാറാൻ പോവാ. മാറാൻ പോവാണെന്നോ? എന്ന് വെച്ച് ഇതുവരെ നിങ്ങൾ വക്കീലല്ലായിരുന്നോ? അപ്പൊ ഇത്രയും കാലത്തിനിടയ്ക്ക് നിങ്ങൾ മർഡർ കേസ് ഒന്നും വായിച്ചിട്ടില്ലേ? നോ, ഇതാണ് എന്റെ ആദ്യത്തെ കേസ്. ആദ്യത്തെ കേസ്? യെസ്. അപ്പൊ ഈ കിഡ്നാപ്പ് പോലുള്ള പെറ്റി കേസുകളൊന്നും വായിച്ചിട്ടില്ല? അറ്റ്ലീസ്റ്റ് പിഗ് പോക്കറ്റ് കേസെങ്കിലും? നെവർ. അതൊന്നും ഞാൻ പിടിക്കില്ല മോളെ. ടു ബി ഫ്രാങ്ക്, ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ കോടതിയിലോട്ട് പോലും പോയിട്ടില്ല. എന്നൊന്ന് കൊന്നുവരും. അല്ല, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ലോ പഠിച്ചു കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ജസ്റ്റ് ഇപ്പോ റീസെന്റ്. ഐ എം എ ഫ്രഷർ. അപ്പൊ ഇത്ര വർഷം അങ്കിൾ എന്താ ചെയ്തോണ്ടിരുന്നേ? റിസർച്ച്. റിസർച്ചോ? എന്ത് റിസർച്ച്? ഒരു വക്കീലിനെ ഫോളോ ചെയ്താൽ കോപ്പി കാറ്റ് എന്ന് പറയും. അതിന് പകരം 10 വക്കീലിനെ ഫോളോ ചെയ്താൽ റിസർച്ച് എന്ന് പറയും. ഇതുവരെ അതായിരുന്നു എന്റെ ജോലി. സാർ, ഡൗട്ട് വെച്ചോട്ടെ? ചോദിച്ചോടോ. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ ഈ മർഡർ കേസ് എങ്ങനെ വായിച്ചു ജയിക്കുമെന്നാ? നിനക്കിതുപോലത്തെ സംശയമൊക്കെ വരുമെന്ന് ഞാൻ ആദ്യമേ പ്രതീക്ഷിച്ചതാ. 1 സെക്കൻഡ്.
ഈ കേസിന് ഉപകരിക്കാൻ വേണ്ടി വരുന്ന വഴിക്ക് ഞാൻ വാങ്ങിച്ച ബുക്കായത്. 30 ദിവസം കൊണ്ട് എങ്ങനെ വക്കീലാകാം. ഇതിന്റെ വില വളരെ കുറവാ, പക്ഷെ നല്ല കണ്ടന്റാ. ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങളുടെ തലയിലെഴുതി ഞാൻ മാറ്റിത്തരാം. കീർത്തി, നാളെ നമുക്ക് കോടതി വെച്ച് കാണാം. അപ്പം നിങ്ങൾക്ക് എന്റെ ടാലന്റ് മനസ്സിലാവും. അതുവരെ ഗുഡ് ബൈ. പുലിവാല് മുഴുവൻ എന്റെ നെഞ്ചത്തോടാണല്ലോ. അങ്കിൾ ഇപ്പൊ ഇവരുടെ കേസിന്റെ അവസ്ഥ എന്താ? ഈ കേസിന് വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിയുടെ അവസ്ഥയാ. ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. നീ ഒരു LLB സ്റ്റുഡന്റ് അല്ലേ? എന്താ നിന്റെ അഭിപ്രായം? എനിക്കൊരു ഐഡിയ ഇല്ല അങ്ങളെ. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ മോളെ. അവന്മാര് നമ്മുടെ പിള്ളേരല്ലേ. അവന്മാർക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടി നമുക്കൊന്ന് സ്പ്രേ ചെയ്യാം. അങ്കിൾ ഇത് സ്പ്രേ അല്ല, പ്രേ. അതേ മോളെ, ഞാനും അത് തന്നെ ഉദ്ദേശിച്ചത്. ശരി അങ്കിള്, ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകും. അങ്കിള് പോയിന്ന് റെസ്റ്റ് എടുക്ക്. ഓക്കെ മോളെ, ടേക്ക് കെയർ. അപ്പൊ നമുക്ക് നാളെ കോടതി കാണാം. ഹലോ ഹലോ, ഇനി ഇവനെങ്ങാനും കാഞ്ഞു പോയോ? എടാ കഴുതമോറ, നീ ഇരുന്നുറങ്ങുകയല്ലേ? കള്ളനെ വിശ്വസിച്ച് താക്കോൽ ഏൽപ്പിച്ച പോലെ ഇവനെ വിശ്വസിച്ച് ഹോട്ടലിന്റെ റിസപ്ഷൻ ഏൽപ്പിച്ചത്. പട്ടാ പകൽ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങാതെ എഴുന്നേക്കടാ. സോറി സാർ. സാറിനെ ഞാൻ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? ആദ്യം നീ നിന്റെ ഉറക്കപ്പിച്ച് മാറ്റ്, എന്നിട്ട് മര്യാദയ്ക്ക് വർത്താനം പറയടാ. ഒഴിവുള്ള ഏതെങ്കിലും റൂമിന്റെ ചാവി എടുത്ത് അടയറക്കാം. ഒഴിവില്ലാതെ എന്റെ പിന്നിൽ ഇത്രയും ചാവി ഉണ്ടാവോ? ബെഡ്റൂം വേണോ, അതിന്റെ ഒപ്പം ബാത്റൂം വേണോ, അതോ അതിന്റെ കൂടെ ഇനി ബാൽക്കണിയും കൂടിയുള്ള റൂം വേണോ? അതെല്ലാം കൂടെ കിട്ടിയിട്ട് ഞാൻ എന്നാ കാണിക്കാനാ? വാസ്തു പ്രകാരം കറക്റ്റ് ആയിട്ടുള്ള ഒരു നല്ല റൂം എനിക്കിതാ. വാസ്തു? ഈ നാട്ടിൽ തന്നെ വാസ്തു ഇല്ല. അങ്ങനെയാണെങ്കിലേ സാധാ AC റൂമുണ്ട്, പിന്നെ സെൻട്രൽ AC റൂമുണ്ട്. അതിലേതാ വേണ്ടേ? അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ സാധാ AC റൂം ആണെങ്കിലേ AC ഇട്ടിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫാൻ ഇട്ട് അങ്ങ് തണുപ്പിച്ചാൽ മതി. പക്ഷേ ഈ സെൻട്രൽ AC ആണെങ്കിൽ വാതിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ താനെ വരുന്ന കാറ്റിന് ഫാൻ കറങ്ങി നല്ല തണുപ്പായിരിക്കും. എനിക്കെന്നാ വേറെ പണിയൊന്നുമില്ലെന്ന് വിചാരിച്ചു ഇടയ്ക്ക് എഴുന്നേറ്റ് ഫാൻ കറക്കി വിടാനായിട്ട്. ആ സെൻട്രൽ AC റൂം തന്നെ തന്നേക്ക്. വേറെ വഴിയില്ലല്ലോ. എന്നാ പിന്നെ സാറിന്റെ അഡ്രസ് എഴുതിക്കോ. അയ്യോ, ഈ ഹോട്ടലിൽ ആകെ ഒരു ബുക്കാ. ഈ വർഷം മുഴുവൻ എഴുതാളതാ. എഴുതിയത് മതി. അപ്പൊ മൊത്തം 3000 തന്നേക്ക് സാറേ. 3000? അതിന് ഞാൻ ഈ ഹോട്ടൽ വിലക്ക് വാങ്ങിക്കാൻ വന്നതല്ല. 3000 രൂപ ഉണ്ടെങ്കിൽ 36 പാക്കറ്റ് ചന്ദനത്തിരി, 36 പാക്കറ്റ് കർപ്പൂരം വാങ്ങിക്കാം. ഇത് ശരിയാവൂല. നീ നിന്റെ സെൻട്രൽ AC റൂമും കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ. ഞാൻ വേറെ ഹോട്ടലിൽ റൂം എടുത്തോളാം. ഹലോ, എന്റെ പൊന്നു സാറേ, എവിടെ പോവാ? ഈ നാട്ടിൽ ആകെ കൂടിയുള്ള 1 and only റിച്ചസ്റ്റ് ഹോട്ടൽ ഇതാ. ഇവിടുന്ന് ഇറങ്ങിയ വേറെ ഹോട്ടലിന്റെ ബോർഡ് പോലും കാണത്തില്ല. വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടി വരും. വേറെ ഹോട്ടൽ ഇല്ലാത്തത് നിന്റെയൊക്കെ ഭാഗ്യം. ശരി, ഇതാ ആദ്യത്തെ കേസായി പോയി. ചില്ലറയില്ലടാ. ഇത് ചില്ലറയ്ക്കൊന്നുമല്ല. ഇതിൽ ടിപ്സ്, ഇതിൽ ബ്രോക്കറേജ്. ഇങ്ങനെ കണ്ണീ ചോരയില്ലാതെ പിഴിഞ്ഞെടുക്കല്ലേടാ. എനിക്ക് മാത്രമല്ല, ഓണർക്കും കൊടുക്കണ്ടേ? ശരി, അതൊക്കെ ഞാൻ കൊടുത്തോളാം. നീ ആദ്യം വന്ന് റൂം കാണിച്ചാ. ആയിക്കോട്ടെ, എപ്പോഴെങ്കിലും കൊടുത്താൽ മതി. ശരി, നടക്ക്. എങ്ങോട്ടാ? ഇങ്ങോട്ടാ? നേരോട്ടോ. നീയല്ല നിന്റെ അങ്കിള് ഫേമസ് വക്കീലാണെന്നൊക്കെ പറഞ്ഞ, എന്നിട്ട് ആള് പറഞ്ഞു കേട്ടില്ല ആദ്യത്തെ കേസാണെന്ന്. കാം ഡൗൺ പ്ലീസ്. ദൈവം, ഇത് എവിടെ ചെന്ന് നിൽക്കുമോ എന്തോ ഒരു പിടിയില്ല. നീ അങ്ങളുടെ കാര്യം ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ഞാനൊരു ലോ സ്റ്റുഡന്റ് അല്ലേ. എന്തൊക്കെ പ്ലാനിങ് ആയിരുന്നു. ഇപ്പൊ മൊത്തം കൊളായില്ലേ? അല്ല, പുള്ളി ഇത്ര നാളായിട്ടൊരു കേസ് പോലെ എടുത്തില്ലെന്ന് പറഞ്ഞ എന്തൊരു മനുഷ്യനാണ് എന്തോ. അതൊക്കെ അങ്കളുടെ തീരുമാനങ്ങളല്ലേ. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ആകെയുള്ള ഒരു ഓപ്ഷൻ അങ്കിള് മാത്രം. ഞാൻ ആളോട് സംസാരിച്ച് ബെയിലിന് അപ്ലൈ ചെയ്യാൻ നോക്കാം. എന്തെങ്കിലും കാണിക്കേ. പിന്നെ ഒരു പ്രധാന കാര്യമുണ്ട്. ഈ കേസ് കഴിയുന്നവരെ നമ്മുടെ കാര്യം ആരും അറിയരുത്. ഓക്കെ. ഏയ്, എന്താടി നീ വിഷമിക്കണ്ട. ഇറ്റ്സ് ഓക്കെ. യു ടേക്ക് കെയർ. ഓക്കെ, ബൈ. ബൈ. ഹായ് കീർത്തി, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് മോളെ? ഗുഡ് മോർണിംഗ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ഈ മാല എന്തിനാ? ഞാൻ ആദ്യമായിട്ടൊരു കേസ് എടുത്തല്ലേ മോളെ. അതിന്? ആദ്യമായിട്ട് കോടതിയിലേക്ക് വരികയല്ലേ, അതുകൊണ്ട് അതിന്റെ ഒരു ത്രില്ലിനാ. വെറുതെ എന്നെ നാണം കെടുത്തല്ലേ. പ്ലീസ് അതൊന്ന് ഊരി മാറ്റ്. മാല എടുത്ത് മാറ്റാനോ? ത്രില്ലിങ്ങിന് വേണ്ടിയാണ് ഞാൻ ഈ മാല ഇട്ടത് തന്നെ.
ഇതെന്റെ കഴുത്തിലില്ലെങ്കിലേ എന്റെ ഐഡന്റിറ്റി രജിസ്റ്റർ ആവില്ല. ഇപ്പൊ ഈ മാലയിട്ട രജിസ്റ്റർ ആവും തോന്നുന്നുണ്ടോ? ഷൂ, നിങ്ങളൊന്നും മാറൂല. നിങ്ങൾക്കൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. പുതുമ അംഗീകരിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാവണം, പ്ലീസ്. അങ്കിളെ ഓക്കെ, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ മാറ്റിയേക്കാം. ഇപ്പൊ സന്തോഷമായില്ലേ? ശരി, കേസിന്റെ കാര്യം എന്തായി? ഞാൻ ഹാൻഡിൽ ചെയ്തോളാം മോളെ. അകത്തേക്ക് ചെല്ലട്ടെ. അതല്ല,